படம் ஷூட் பண்ணும்போது ஏற்கனவே சொல்லிட்டேன், 2 லாங்குவேஜ் தான் ஷூட் பண்ணுறது. இப்போ எவ்வளோ டஃப்பாக இருக்கும்? அப்போ ஒரு சீன் ஷூட் பண்ணி அதை அப்படியே ரீக்ரியேட் பண்ணி அதை கண்டினியூட்டி எல்லாம் பார்க்கணும்ல, எவ்வளோ டஃப்பாக இருந்தது சார்? 100% டஃப்பாக இருக்குது சார். ஆனால் டஃப்பு என்னன்னா, அது மலையாள ஆர்டிஸ்ட்டுக்கு கன்னடா தெரியலையே, பட் கன்னடா ஆர்டிஸ்ட்டுக்கு மலையாளம் தெரியலையே. அது முன்னாடியே அந்த ஸ்கிரிப்ட் ஒன் வீக் கொடுத்துட்டு அது ப்ராக்டிஸ் பண்ணி அப்போ தான் கொஞ்சம் ப்ரிப்ரேஷன் இருக்குது சார். അതുപോലെ அந்த மாதிரி ടഫ് ആവില്ല. ബട്ട് നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. இந்த மாதிரி ஒரு ஜோனர்ல படம் பண்ணணும் ஒரு இன்ஸ்பிரேஷன் எங்க இருந்து வந்தது சார்? இந்த சொசைட்டிಲಿ 80-90% எல்லாருக்கும் ஒரு போலீஸ் மேலே ஃப்ரஸ்ட்ரேஷன் இருக்கா இல்லையா சார்? ஒரு போலீஸ் மேலே ஃப்ரஸ்ட்ரேஷன் இருக்கு எல்லாருக்கும். அந்த அதுபோல் இந்த மாதிரி ஸ்கிரிப்ட் நான் எடுத்துட்டேன். சார் இது வந்து சின்ன சின்ன இன்சிடென்ட் இருக்குது சார். எனக்கு என்னன்னா, என் ஃப்ரெண்டு ஒரு மொபைலு யாரோ தெஃப்ட் பண்ணும்போது நான் போய் போலீஸுக்கு கம்ப்ளைண்ட் கொடுக்கும்போது அந்த போலீஸ் பிஹேவியரோ அந்த மாதிரி சின்ன சின்ன இன்சிடென்ட் சார். ஏதோ பெருசாக இன்சிடென்ட் எதுவுமே இல்லை. இது வந்து ட்ரூ ஸ்டோரி கிடையாது, கம்ப்ளீட்லி ஃபிக்ஷன். ഡിഡിയുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ കുറേ ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ഡിഡി പറഞ്ഞതിനകത്ത് പോലീസായിട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടാണ് ഫസ്റ്റ് ടൈമാണ് പോലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തോക്ക് പിടിക്കുന്നത് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഇട്ട് ചെയ്യുന്നത് അങ്ങനെ കുറേ ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ കോമ്പറ്റീറ്റ് ചെയ്ത് പോലീസായി കഴിഞ്ഞപ്പോൾ എത്രത്തോളം ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ്? കാരണം എപ്പോഴും ഒരു കംഫർട്ട് സോൺ വിട്ട് വേറെ ക്യാരക്ടേഴ്സിലേക്ക് വരാനുള്ള കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട് ഇപ്പോൾ? അല്ല, ഇത് പോലീസ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ തന്നെ കുറച്ച് കംഫർട്ട് സോണുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇതിന്റെ ക്യാരക്ടർ ആർക്ക് എടുക്കുന്ന അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ഈ പറയുന്ന കൂട്ടത്തിൽ ഒരു പകർത്താനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. പക്ഷെ ആ ക്യാരക്ടറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ ഈ ക്യാരക്ടർ ആവുന്നതിന്റെ പോലീസ് ക്യാരക്ടർ ഇപ്പോൾ എന്നെ ആദ്യം എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് കന്നഡ എന്ന് പറയുന്ന ലാംഗ്വേജ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഈ ക്യാരക്ടറിന്റെ ഇമ്പാക്ട്. നമുക്ക് ആദ്യം നമ്മളൊരു ഈ പടത്തിലോട്ട് വിളിക്കുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആണ്, ബൈലിംഗലായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് പ്രദീപ് അണ്ണനോടാണ് സംസാരിച്ചത്. അപ്പോൾ പുള്ളിയോട് സംസാരിക്കുമ്പോൾ ഞാൻ മലയാളത്തിലായിരുന്നു. പുള്ളി അപ്പോൾ എൻ്റെ മലയാളം കേട്ടിട്ട് പുള്ളിക്ക് കന്നഡയായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ എന്നെ കാസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഒന്നുകൂടി കംഫർട്ടായി. അപ്പൊ ഇതേപോലൊക്കെ തന്നെ കന്നഡയും പറഞ്ഞാൽ ഓക്കെ ആകും എന്നുള്ളൊരു ധാരണയിലാണ് അവിടെ എത്തിയത്. പക്ഷെ ഈ പറയുന്ന പോലെ പോലീസ് ക്യാരക്ടർ ആയതുകൊണ്ടും കന്നഡ ആയതുകൊണ്ടും എനിക്കത് രണ്ടും പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ കംഫർട്ട് സോൺ പൊളിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പണ്ടും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് കിട്ടാറുള്ളത് കൂടുതലും കൂടുതൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രാംസിലൊക്കെ റിയാലിറ്റി ഷോസിലൊക്കെ കാണുന്ന ഞാനുമായിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷെയ്ഡ് വരുന്ന ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ മൂവീസിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടാറ്. അപ്പൊ അത് എപ്പോഴും അന്ന് മുതലേ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് ഉള്ളുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ കുറച്ചും കൂടി ഹാപ്പി. അപ്പൊ കംഫർട്ട് സോൺ എപ്പോഴും പൊളിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇതെന്റെ കംഫർട്ട് സോൺ പൊളിച്ചോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ പോലീസ് ക്യാരക്ടർ ആണെങ്കിലും ഇതിലെവിടെയൊക്കെയോ എൻ്റെ ഒരു ഷെയ്ഡ് കെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോ ബട്ട് എനിക്കിത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വേറെ ലാംഗ്വേജിൽ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ശരിക്കും കാരണം ഞാൻ മലയാളം തന്നെ ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് അത്രയധികം ഞാൻ പ്രിപ്പയർഡ് ആവാൻ മാക്സിമം നോക്കുന്ന ആളാണ്. എനിക്ക് എന്തെങ്കിലും ഞാൻ കാരണം തെറ്റുപറ്റരുത്, ഞാൻ കാരണം റീടേക്ക് പോകരുത് എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോ അത് മലയാളത്തിൽ തന്നെ എനിക്ക് അത് ഇച്ചിരി ടഫായിട്ടുള്ളൊരു ഏരിയ ആണ്. ഓരോ ഡയലോഗുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഞാൻ തന്നെ എൻ്റെതായ ഒരു പ്രാക്ടീസ് സെക്ഷനൊക്കെ നടത്തിയിട്ടായിരിക്കും ഷോട്ടിന്റെ നേരത്തൊക്കെ പോവാറ്. അപ്പോൾ കന്നഡയിലേക്ക് എത്തിയപ്പോൾ അതും കൂടി പഠിക്കേണ്ടത് എനിക്കൊരു ഡബിൾ പണിയായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പൊ അത് പടത്തിൽ വരുമെന്ന് തോന്നുന്നു, നന്നായി വരുമെന്ന്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എടുക്കുവാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പോലീസുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ചില ആക്ടേഴ്സ് പറയാറുണ്ട്, ഞാനൊരു ക്യാരക്ടർ എടുക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെ റെഫറൻസ് എടുക്കും, അല്ലെങ്കിൽ അതിന് ഇൻസ്പയർഡ് ആവും എന്നൊക്കെ പറയും. ഇപ്പോൾ DD ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ ഏതൊരു പോലീസുകാരനായിരുന്നു റെഫറൻസ് ആയിട്ട് എടുത്തിരുന്നത്? അല്ല, ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഈ ക്യാരക്ടറിന്റെ പേര് ഉബുൽ തരംഗ് എന്നാണ്. ഫോമൽ ക്രിക്കറ്ററിന്റെ ക്യാരക്ടർ നെയിമാണ് എൻ്റെ ഈ പടത്തിലുള്ളത്. അപ്പോൾ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ആ പേര് വരാനുള്ള റീസണും ഞാൻ അത് ഒരു ഫാമിലി ഒരു പ്രഷറോടുകൂടി പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്ന ഒരാളാണ്, പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ പോലീസ് ആവാൻ ഇഷ്ടമില്ലാതെ പോലീസ് ആയതിന്റെ ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ക്യാരക്ടറിലുണ്ട്. അപ്പൊ അത് കാരണം എനിക്കത് ഭയങ്കരമായൊരു ഒരു കാണുന്നവരൊക്കെ അല്ലെങ്കിൽ ഭയങ്കരമായ ആക്ഷൻസ് ചെയ്യുന്ന ഒരു പോലീസ് ക്യാരക്ടർ ആയിരുന്നില്ല. അത് കാരണം എനിക്കത് അത്രയും വലിയൊരു പ്രശ്നമായിരുന്നില്ല. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അത് ആ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ എനിക്ക് ചിന്തിക്കാവുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ കുറച്ച് കംഫർട്ട് സോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഷെയ്ഡ് ഉണ്ടായിരുന്നു ക്യാരക്ടറിന്. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കാണുന്ന എല്ലാത്തിനോടും ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ ഇച്ചിരി പ്രശ്നക്കാരാണോ എന്ന് പല കൂടെയുള്ള പോലീസ് ഓഫീസേഴ്സിനെയും തിരിച്ചറിയുന്നത് ഓരോ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി ഈ സ്റ്റേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ ആയിട്ടല്ല, പുതിയതായിട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ്. അപ്പൊ അത് കാരണം എനിക്കത് ഭയങ്കര ഒരു റോൾ മോഡലൊന്നും നോക്കിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി എൻ്റെ ഒരു കംഫർട്ട് സോണിൽ തന്നെ ചിന്തിച്ച് കിട്ടുന്നതായിരുന്നു. ഇപ്പം നമ്മളിപ്പോ ഒരുപാട് സിനിമകൾ കാണുന്നതാണ്. അപ്പൊ ഇതേപോലെ പോലീസ് ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ പോലീസുകാർ ചെയ്യുന്ന തെറ്റുകൾ, നന്മയും തിന്മയും അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു തീം കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാവും ഇത് എവിടെയെങ്കിലും നമ്മളെ മലയാളി ഓഡിയൻസിൽ ഇത് വർക്കാവോ, ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഇതിന് ചർച്ചയാവോ? അപ്പം ഇതിന് എന്താണ് യുണീക്കായിട്ട് ഫീൽ ചെയ്തൊരു കൺസെപ്റ്റ് എന്തായിരിക്കും? ഇത് ആക്ച്വലി ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സ്റ്റോറി നടക്കുന്ന ഒരു കേരള കർണാടക ബോർഡറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ ആക്ച്വലി മലയാളം പടത്തില് കന്നഡ സംസാരിക്കുന്നുണ്ട്, മലയാളം പടത്തില് അതുപോലെ കന്നഡ പടത്തിലും നമ്മൾ മലയാളം കുറച്ച് ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത് രണ്ട് സൈഡിലും വർക്കാവാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ കർണാടകമായിട്ട് നമ്മളെ അതിർത്തി പങ്കിടുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാടായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കോയമ്പത്തൂർ, കേരള, അപ്പൊ ഏകദേശം മലയാളി എനിക്ക് തോന്നുന്നു കാസർഗോഡും മംഗലാപുരം ഒക്കെ ഏകദേശം ഒരു ലാംഗ്വേജിലായാലും അവരുടെ ഒരു കൾച്ചറൊക്കെ ഏകദേശം ഒരുപോലെ. അപ്പൊ ഇതിന്റെ രണ്ടിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു കണക്ഷൻ എനിക്ക് പടത്തില് മലയാളം ചെയ്യുമ്പോഴായാലും ഇപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ട്. ആൾക്കാർക്ക് മനസ്സിലാവാതെ ഒരിക്കലും ഇരിക്കില്ല. ഒരു ബോർഡർ പരിപാടി ഇപ്പൊ ലാംഗ്വേജ് ഒന്നും ഇപ്പൊ മലയാളത്തിലായാലും ഇപ്പൊ മലയാളത്തിൽ ഈ പറഞ്ഞ കാസർഗോഡ് ലാംഗ്വേജ് അങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല. സാധാരണ പോലെ തന്നെ ഇപ്പം കോട്ടയം പറയുന്നാലും തന്നെ സാധാരണ മലയാളം ലാംഗ്വേജ് തന്നെ പിടിച്ചത്. സ്റ്റോറിയിലേക്ക് വരുമ്പോൾ സ്റ്റോറി ബോർഡർ നടക്കുന്ന പരിപാടിയാണ്. സ്റ്റിൽ ഓൾ കേരള ആൾക്കാർക്ക് മനസ്സിലാകുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ കന്നഡയിലും. അപ്പോൾ ആൾക്കാർക്ക് എനിക്ക് കഥ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണക്ട് ആയി. രസമുള്ള സ്റ്റോറിയാണ്. ഒരു ഈ പറഞ്ഞ പോലീസുകാർ റോങ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ആദ്യം പോലെ അവസാനം. അപ്പം എനിക്ക് കഥ ആദ്യം കണക്ട് ആയി. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എനിക്ക് ആഗ്രഹം പറഞ്ഞില്ല. ഞാൻ സ്ട്രഗിൾ ചെയ്ത് കന്നഡ മാത്രമേ ഞാൻ സ്ട്രഗിൾ ചെയ്തുള്ളൂ. അതൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് ഓക്കെ യൂസ്ഡ് ആയി, അരിവർക്ക് യൂസ്ഡ് ആയി ആക്ച്വലി. അപ്പൊ അതാണ് എനിക്ക് ഈ പടത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് പാറ്റേൺ, അത് നമ്മൾ ചില പടങ്ങളിലേക്ക് പോലീസിനെ ഹീറോ ആയിട്ട് പോർട്രേറ്റ് ചെയ്യാറുണ്ട്, ചില പടങ്ങളിൽ പോലീസിനെ വില്ലനായിട്ട് പോർട്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഓവർ ആകുമ്പോൾ ഒരു പൊടിക്ക് എന്താ പറയാ, എല്ലാ ഒരു സിനിമ കുറച്ച് എക്സ്ട്രീം ഇതിലായിട്ടായിരിക്കും കാണിക്കുക, കുറച്ച് മസാലയായിട്ട് ഇച്ചിരി ഇട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ പ്രേക്ഷകന് കൊടുക്കുക. അപ്പം പക്ഷെ പ്രേക്ഷകൻ ഇത് സ്വീകരിക്കുമ്പോൾ റിസീവ് ചെയ്യുന്ന മെസ്സേജ് ചിലപ്പം പോലീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവരുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മെസ്സേജ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പബ്ലിക്കിന് ഏറ്റവും അവസാനത്തെ ഹോപ്പ് എന്ന് പറയുന്നത് നീതി കിട്ടുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്. അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷൻ എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് സ്പേസ് ആയി മാറുമ്പോൾ പബ്ലിക്കിന് എന്താ പറയാ, ഒരു ഈ പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പോയിട്ട് വലിയ കാര്യമില്ല, നമുക്ക് നീതി കിട്ടില്ല, അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ ചാൻസ് ഉള്ളൂ. ആക്ച്വലി ഇപ്പം പോലീസ് നമ്മൾ തന്നെ പറയത്തില്ല ഇങ്ങനെ എന്താ ചെയ്യുന്നത്, ഈ പോലീസുകാർ ഇത്രയും റൂഡാണല്ലോ. ഇപ്പൊ എല്ലാ സൈഡിലും അവരോട് ഇപ്പം എന്റെ ക്യാരക്ടർ ദാസ് തോന്നിയ ക്യാരക്ടറാണ്. അപ്പം ഇതിനകത്തുള്ള പോലീസുകാരൊക്കെ
അവര് ചെയ്യുന്നത് ശരി എന്ന് പറഞ്ഞ് ചെയ്യുന്ന അവര് ചെയ്യുന്നത് ശരി. ഇപ്പൊ നിങ്ങളിപ്പോ തെറ്റ് ചെയ്താൽ പോലും നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ ശരി എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആ മോഡിൽ തന്നെ പോകുന്ന പോലീസുകാരാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ. അപ്പൊ അവര് ചെയ്യുന്ന ശരി അല്ല, അവര് ചെയ്യുന്നതൊക്കെ അവരവരുടെ ഇത് യൂസ് ചെയ്യുന്നു, അവരുടെ പവർ യൂസ് ചെയ്യുന്നു. അപ്പൊ അവർക്കത് റോങ് അല്ല. പബ്ലിക്കിന് നോക്കുമ്പോൾ അത് റോങ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് പബ്ലിക് പ്രതികരിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി ഉണ്ടാവുന്നതൊക്കെ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? നിങ്ങൾ ചോദിച്ചത് ഉത്തരവാണോ? അതായത് ഇപ്പം ശരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ നെഗറ്റീവ് വീഴാൻ ചാൻസുകളുണ്ടോ? അതായത് ഈ സിനിമ നെഗറ്റീവ് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ഇല്ല, പടം കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർക്കുണ്ടാവുന്ന ഫീലിങ്സ് എനിക്കിപ്പം പറയാൻ പറ്റില്ല. സ്റ്റിൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. അവർക്ക് ഈ പടം കണ്ടതിൽ എന്തായാലും ഇങ്ങനെ ഒരു പുതിയ റെസിപ്പി ഈ പടം എന്തായാലും ഭയങ്കര ഫ്രഷ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ അങ്ങനെ. എനിക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു ഒറ്റ ബുദ്ധിമുട്ടുള്ള കാരണം മലയാളത്തിൽ ഒരുപാട് പോലീസ് പടങ്ങളാണ്. ഇത് കംപ്ലീറ്റ് ഒരു പോലീസ് സ്റ്റോറിയാണ്. മലയാളത്തിൽ ഇപ്പം കുറെ നായാട്ടായാലും ഈ പറഞ്ഞ ഇരട്ടയായാലും ഇപ്പൊ എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എത്രത്തോളം നമുക്ക് മീറ്റർ പിടിക്കണം. ഇതിപ്പുറത്ത് നമ്മൾ കന്നഡ മീറ്റർ ചിലപ്പം ഇതിനകത്ത് കുറെ തെറി പറയുന്ന പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ തെറി അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ നേരെ എ സർട്ടിഫിക്കറ്റ് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്ത ആരെന്ന് വെച്ചാൽ ഞാൻ ശ്രീധരന്റെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യണം. ശ്രീധരൻ ശരിക്കും ഞാൻ ശ്രീധരൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ മീറ്ററാണ്, മലയാളത്തിന് വേണ്ട മീറ്റർ. കന്നഡ ചെയ്യുമ്പോൾ ഞാൻ നോക്കും, കന്നഡ ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ അവരുടെ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം ശ്രീധരൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മലയാളത്തിന് വേണ്ട പരിപാടിയും ചെയ്യും. ഞാൻ ഇങ്ങനെ മാറി നോക്കും മലയാളത്തിൽ, ഓക്കെ അപ്പൊ ഇതാണല്ലേ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തു. അപ്പൊ അതൊരു എനിക്കൊരു സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം 2 മീറ്ററാണ് മലയാളത്തിൽ ഡേ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് കേട്ടിരുന്നു അല്ലേ, ആൾക്കാർ കൂവും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കന്നഡയ്ക്ക് വേറൊരു പരിപാടി, തമിഴ് വേറൊരു പരിപാടി. റിയാക്ഷൻസ് ആയാലും ചില സമയം നമ്മൾ ചില സമയം ഭയങ്കര കൊടുക്കണം, മലയാളത്തിൽ അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഞാൻ വ്യത്യാസം ഫീൽ ചെയ്തത്. ഈ പറഞ്ഞ പോലെ തന്നെ 2 മീറ്ററിലൊക്കെ ചെയ്യാൻ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അപ്പൊ ഒരു ക്യാരക്ടർ നിൽക്കുന്ന സമയത്ത് അത് 2 ഫോമിലാണ്. അപ്പൊ കന്നഡ എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ച് എക്സ്ട്രീം ഇതാണ്, ഒരു ക്യാരക്ടർ കുറച്ച് എക്സ്ട്രീം ലെവലിലായിരിക്കും. അവരുടെ കൾച്ചേഴ്സ് എപ്പോഴും നിർത്താനായിട്ടും അവരുടെ ക്യാരക്ടേഴ്സ് എപ്പോഴും പോർട്രേറ്റ് ചെയ്യുന്ന ലെവലിലാണ് അത് ചെയ്യാറുള്ളത്. എല്ലാം ഇപ്പൊ കാന്താരക്കായാലും അതേപോലത്തെ സ്റ്റോറീസ് ആണ്. അപ്പം ഈ സിനിമയിൽ ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ ചെയ്യണം, ഒരേ സമയത്ത് കന്നഡയിൽ ചെയ്യണം. അപ്പൊ കന്നഡ അറിയാമെങ്കിൽ പോലും ആ ക്യാരക്ടർ ആകുമ്പോണ്ടാണ് ഡിഫറൻസ് ഉണ്ടാവുക. അതെങ്ങനെ ഒരു ആക്ടർ എന്ന ലെവലിൽ നോക്കുക? താങ്ക് യു. ഇതിലിപ്പോ ജോൺ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു തോന്നുന്നു. കാരണം ഇത് സിനിമയിലുള്ള വ്യത്യാസം എന്ന രീതിയിലല്ല നമ്മൾ അതിനെ കാണുന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ നാട്ടിലെ പല ആൾക്കാരുടെയും ബിഹേവിയർ നമ്മളടുത്ത് സംസാരം, നമ്മളവിടെ പോയാലും ഇപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോയാലും അല്ലെങ്കിൽ മംഗലാപുരത്ത് പോയാലും നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടായാൽ അവർ സംസാരിക്കുന്നത് ഇവിടുത്തെ സംസാരിക്കുന്ന പോലെയല്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് പരമാവധി അത് ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ അവിടുത്തെ ആക്ടേഴ്സിൻ്റെയും ഡയറക്ടറിനെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ലാംഗ്വേജ് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ലാംഗ്വേജിലുള്ള ഇത് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇത് ഓക്കെ ആണോ, ഇതാണോ എൻ്റെ ഒരു പരിപാടി എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നേരെ തിരിച്ച് പ്രദീപ് നമ്മൾ മലയാളം ചെയ്യുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ചെയ്യാൻ പറ്റിയിരിക്കുക. പ്രദീപ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ഓക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടുത്തെ പരിപാടി എന്താണെന്നുള്ളത്. അത് സിനിമയുടെ മീറ്റർ അല്ല. നമ്മൾ പലപ്പോഴും പറയും തമിഴ് സിനിമയിലാണ് ഇങ്ങനെ, കന്നഡ സിനിമയിലാണ് ഇങ്ങനെ, തെലുങ്ക് സിനിമയിലാണ് ഭയങ്കരം. ഇത് എനിക്ക് തോന്നുന്നത് ഓരോ നാടുകളിൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ അവരുടെ ജസ്റ്റേഴ്സ് ഭയങ്കര കുറവാണ്. അത് അവര് സാധാരണ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ വെറുതെ സംസാരിക്കുമ്പോൾ എനിക്ക് ജസ്റ്റേഴ്സ് വരും. അപ്പോൾ അത് ആക്ടിങ് അല്ല, അത് അവിടുത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോൾ ഈ കൾച്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ പരമാവധി ഒബ്സർവ് ചെയ്ത് വിത്ത് ഇനഫ് സപ്പോർട്ട് ഫ്രം കോ ആക്ടേഴ്സ് ആൻഡ് ദ ഡയറക്ടർ നമ്മൾ അതിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജോൺ പറഞ്ഞ പോലെ നമ്മൾ 2 ഭാഷയിലും ഞാൻ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് രണ്ടും എനിക്ക് ഇപ്പോൾ ഞാൻ തമിഴ് കന്നഡയിൽ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലവിൻ്റെ റീമേക്ക് ഗൂഗിളും ചെയ്ത വേഷം ഞാനാണ് ചെയ്തത്, ഹാപ്പിലി മാരീഡ് എന്ന് പറഞ്ഞ പടത്തിൽ. ഇതിൻ്റെ 2ാമത്തെ കന്നഡ പടമാണ്. തമിഴും കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ചെയ്യുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്നൊരു മീറ്റർ കുറച്ചൊക്കെ ഒരു ചെറിയ മുൻധാരണ ഉണ്ട്. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യും. ചിലപ്പോൾ അവർ പറയുമല്ല നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുംകി എന്നുള്ള പടം ചെയ്യുമ്പോൾ പ്രഭു സോളമൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു നോട്ടം നോക്കിയപ്പോൾ എൻ്റെ പുരികം പൊങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പ്രഭു സാർ ചോദിച്ചു എന്തിനാ എതുക്ക് സാർ നിങ്ങൾ அப்படியே പുരികം அப்படி பண்ணீங்க, അത് വേണം സാർ
അപ്പൊ ഞാൻ പറഞ്ഞു തമിഴല്ലേ കുറച്ച് കൂടുതൽ കടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാന്ന് പറഞ്ഞു. அப்போ புள்ளி பண்ணி இல்லை உங்களை கூப்பிட்டதே சார் நீங்கள் வந்து அங்கே பண்ணுற அதே மீட்டர் எனக்கு வேணும்னு சொல்லிட்டு தான் அங்கே எனக்கு கூப்பிட்டாங்க. അപ്പോൾ எதுக்கு நீங்கள் நம்ம மீட்டரில் போக வேண்டாம் சார், நீங்கள் உங்கள் மீட்டറിൽ பண்ணுங்க. അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താ വേണ്ടത്, അവർക്ക് എന്താ വേണ്ടത് കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ അവിടുന്ന് തരുമ്പോൾ നമുക്കത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് കിട്ടി നമുക്ക് എല്ലാവർക്കും. സംഗതി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡബിൾ എഫേർട്ട് ആയിരുന്നെങ്കിലും അതിലൊരു വേറെ രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു കിക്ക് ഉണ്ടായിരുന്നു. അത് താങ്കൾ ചോദിച്ച പോലെ തന്നെ നമുക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നൊരു ഡൗട്ട് തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴും അത് ശരിയാവുമ്പോഴും നമ്മൾ മോണിറ്ററിൽ 2 ഷോട്ട് കാണുമ്പോഴും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം കാണുമ്പോഴും നമുക്ക് നമ്മളോട് തന്നെ കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു സുഖം കിട്ടുന്നൊരു പരിപാടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ശ്രീധര, എൻ്റെ ചോദ്യം ചേട്ടനോട് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിലും വീണ്ടും പോലീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടി ഈ ഒരു പോലീസ് കഥാപാത്രത്തിന് ചേട്ടൻ്റെതായ എന്തെങ്കിലും ഒരു മേമ്പൊടികൾ കരുതി വെച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് പോയിരുന്നത്? ഞാൻ ഒരു പരിപാടിക്ക് അങ്ങനെ പോകുമ്പോൾ ഒരു പ്രയർ പ്രിപ്പറേഷൻ പിടിക്കാറില്ല. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പലപ്പോഴും ഇവരുടെ മനസ്സിലാണ്, ഈ ഡയറക്ടറുടെ മനസ്സിലാണല്ലോ അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം അവർ ഉദ്ദേശിച്ച കാര്യം സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ആസ് ടൂൾസ് ആണ്, നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ടൂളായിട്ടാണ് പോകുന്നത്. അവരെന്താണോ മനസ്സിലുദ്ദേശിച്ചത് അത് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പ്രീവിയസ് ആയിട്ട് അവർ തന്ന ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ തരുന്ന ഇൻഫർമേഷനോ കൊണ്ടുപോകാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. നമ്മൾ പ്രീവിയസ്ലി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുദ്ദേശിച്ച മീറ്ററോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്യാരക്ടർ ആർക്കോ ആയിരിക്കില്ല. അപ്പൊ അത് പരമാവധി ചെയ്യാതെ വളരെ ഓപ്പൺ ആയിട്ട് ചെല്ലാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നേരത്തെ കുറെ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിതിലെ പോലീസുകാരൻ രാജു ക്യാരക്ടർ നെയിം ഇസ് രാജുനോ. അപ്പോൾ രാജു എന്ന പോലീസുകാരൻ കുറച്ച് സീനിയർ ആണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വളരെ ചുരുങ്ങിയ സിനിമകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ മലയാളത്തിലായാലും. അയാളുടേതായ ഒരു ബാക്ക് സ്റ്റോറിയും അയാളുടെ ഒരു ഹിസ്റ്ററിയും ഉണ്ട്. അയാൾക്ക് ജീവിതത്തിനെയും പോലീസുകാർ എങ്ങനെയായിരിക്കണം എന്ന് അയാളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ കാണുന്നവർ വേണം തീരുമാനിക്കാൻ. അപ്പോൾ അതിനനുസരിച്ചാണ് ആ ക്യാരക്ടറിനെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ നമ്മൾ ക്യാരക്ടറിൽ വ്യത്യാസം എന്ന് പറയുന്നത് അത് നമുക്ക് എഴുതി തരുന്നതിൽ വ്യത്യാസമാണ് പ്രധാനമായിട്ട്. നമ്മൾ പെർഫോം ചെയ്യുന്നതിൽ വ്യത്യാസമല്ല. നമ്മൾ പെർഫോം ചെയ്യുന്നത് എഴുതി തന്നതും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ പ്രദീപ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് എന്നെ കൊണ്ട് പെർഫോം ചെയ്യിച്ചിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സ്ക്രീനിൽ അങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഡിഫറൻസ് ആണ് നമ്മൾ ഓരോ പടത്തിൽ നിന്നും, അതായത് ഏത് ക്യാരക്ടറായാലും, പോലീസ് മാത്രമല്ല ഏത് ക്യാരക്ടറായാലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ്. അവർ ഓക്കെ പറയുമ്പോഴേ നമ്മളത് ഓക്കെ ആവുന്നുള്ളൂ. അപ്പോൾ അത് പരമാവധി വ്യത്യാസം വരുത്താൻ ആസ് ആക്ടർ നമ്മളൊരു ശ്രമം നടത്താറുണ്ട്. അത് അവർ ഓക്കെ പറയുമ്പോൾ ആ വ്യത്യാസം ഉണ്ടാവാറുണ്ടെന്നാണ് വിശ്വാസം. അത് ഈ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. പ്രൊഡ്യൂസറോടാണ് സാർ. ഇപ്പം മലയാളത്തിൽ ഇത് മലയാളത്തിൽ കർണാടകയിൽ പറഞ്ഞിട്ടായിരുന്നല്ലോ. അപ്പം ഈ മലയാളം വാട്ട് യു സീ ഇൻ മോളിവുഡ് ഇൻഡസ്ട്രി? If you want to work in Mollywood and if you want to produce in Mollywood, what do you see in Mollywood? Okay. First of all, Malayalam is very popular for content-based movies, which usually in the olden days, if you see, even from Karnataka or from any other state, they used to take the movies subject from the Malayalam, which is already made. Remake was happening more from the original movies was good in Malayalam in the olden days. So that is a good inspiration for the entire cinema industry in India, we can say. Malayalam has already introduced all kind of subjects, whether it's crime thriller based or any village based or any culture based or any educative kind of stuff. So you name anything, Malayalam has got a content in that, and they have a different. Malayalam industry has got a different way of making it, so which attracts every other industry and gets inspired to do that. So that is how we are here today. When we started this project, basically it was only about the Malayalam that we wanted to do it. But since the production house Multiwood Entertainments are from Karnataka, we thought why not we do the same in Kannada? That's why we shot
the movie for 2 times. And usually in Karnataka, this crime thriller based or this kind of content is not much, not produced. So that's why we thought let us go with Malayalam as well as Kannada. So the basic thing is Malayalam industry has got that kind of stuff. Content based. People watch worldwide, not only in Kerala, Karnataka, Andhra Pradesh. The people watch it in worldwide. And there are a lot of movies these days, we know Thodarum, Empuran, this kind of movies. Not a lot of movies. It's popular everywhere. Even if we don't understand Malayalam also, some of the movies we try to watch it in Malayalam itself with the subtitles, and because of the making and the originality, we would like to experience that with the Malayalam movies. So all these kind of experiences has made us Multigood Entertainments to produce such movies. So with the result of this movie, we would like to, we look forward to do more movies in the Kerala. And as my friend Mr. Shashidhar said, we are already in line with the other movie with his debut direction. That is with Srinath Basi. Anyways, that. So we can expect more Malayalam films from this production, right? Yes. We hope so. Yeah, thank you. ശ്രീധേട്ടാ, നോർമലി ഇപ്പൊ നമ്മളിപ്പോ എല്ലാ സിനിമകളും കാണുന്നുണ്ട്, ഇപ്പൊ മെജോറിറ്റീസ് ഇപ്പോഴും മൈനോറിറ്റീസിനെ സപ്രസ് ചെയ്യുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ ഒരു അധികാരമുള്ളവൻ അധികാരമില്ലാത്തവരെ എപ്പോഴും താൽക്കീഴിലാക്കുന്ന ഒരു ഇത്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു പോർട്രേ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു വീഴ്ചയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ സിനിമകൾ എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ പോർട്രേ ചെയ്യാനുള്ള ഒരു മീഡിയം കൂടിയാണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുടെ, സൊസൈറ്റി നടക്കുന്ന കാര്യം പോർട്രേ ചെയ്യുന്ന ഒരു മീഡിയം കൂടിയാണ് സിനിമ. അപ്പം ശരിക്കും ഇപ്പോൾ നടക്കുന്ന ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴും ഇങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്? അങ്ങനെ ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുമോ അറിയില്ല. ഞാൻ അത്രയും സ്റ്റഡിയൊന്നും അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സെർട്ടൻലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിനിമ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ലൈഫ് തന്നെയാണ്. അത് മോസ്റ്റ് ഓഫ് ദ ടൈം അത് പലപ്പോഴും അതിൻ്റെ ഒരു ഡയമെൻഷനിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ഡയമെൻഷനിൽ ഒന്ന് വലുതാക്കുകയോ ചിലപ്പോൾ ഒന്ന് ചുരുക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷെ ബേസിക്കലി നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും നമ്മൾ പറഞ്ഞറിഞ്ഞ് കേട്ടൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് സിനിമയിൽ വരുന്നത്. പക്ഷെ സിനിമയിൽ സെർട്ടൻലി ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദിസ്, ഈ സിനിമ കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കുമോ ആൾക്കാർ. അപ്പോൾ അങ്ങനെ റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എല്ലാം ഒരു സിനിമയിൽ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ വളരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു സിനിമയിൽ ആ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ എന്താണ് സമൂഹത്തിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതായിരിക്കും. എന്നാൽ അത് പഠിപ്പിക്കുന്ന പോലെ ആവാനും പറ്റില്ല. അപ്പോൾ നമ്മളൊരു കണ്ടന്റ് പറയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കാം. ഈ പടം എനിക്ക് തോന്നുന്നത് ഇതിന്റെ രണ്ടിന്റെ ഒരു കോംബോ ആണ്. കാരണം ഇത് വാട്ട് റിയലി ഹാപ്പൻസ് എന്നുള്ള സാധനം നമ്മൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ വാട്ട് ഷുഡ് ബി ഡണിനെ പറ്റിയുള്ള ഒരു ചർച്ച ഓപ്പൺ ആക്കും. അത് ഇതാണ് ചെയ്യേണ്ടത് എന്നൊന്നും ഒരിക്കലും സിനിമ പറയില്ല, ഒരു സിനിമയും പറയുന്നില്ല. പല സിനിമയിലും ഇപ്പോൾ നമ്മൾ ക്ലൈമാക്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലതിൽ ഒരു ഈവിൾ പവർ ആയിരിക്കും ജയിക്കുന്നത്. പക്ഷെ നമ്മൾ അത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അതൊരു ചർച്ചയ്ക്ക് ഒരു തുറന്നൊരു ഒരു വേദി ഒരുക്കുക. ഇതിങ്ങനെയാണോ വേണ്ടിയിരുന്നത് എന്നെങ്കിലും സംസാരിക്കുന്നില്ല. ഇപ്പോൾ കുറേ സിനിമകളുടെ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, പ്രധാനമായിട്ടും ഒരു സിനിമയുടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണോ വേണ്ടിയിരുന്നതെന്നൊരു ചർച്ച ഓപ്പൺ ആക്കാൻ തന്നെ എനിക്ക് തോന്നുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ് മേക്സ് പീപ്പിൾ തിങ്ക് ഇത് ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, സിനിമ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ചോദ്യം ഈ സിനിമ ചോദിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അതിന്റെ ക്ലൈമാക്സിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നുണ്ട്. ആ സിനിമയുടെ കണ്ടന്റും അതെന്ത് പറയുന്നു എന്നുള്ളതും അതെങ്ങനെ പറയുന്നു എന്നുള്ളതും നമ്മളെ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യത തുറന്നു കാണിച്ചാൽ ഐ തിങ്ക് ദിസ് മൂവി ഈസ് സക്സസ്ഫുൾ. അപ്പൊ എന്തായാലും മാർച്ച് 6 സിനിമ ഇറങ്ങുവാണ്. ഒരുപാട് സിനിമ, വലിയ വലിയ സിനിമകളും നമ്മുടെ കൂടെ ഈ മാസം ഇറങ്ങുന്നുണ്ട്, മാർച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെ തന്നെ ഈ സിനിമ ഇറങ്ങുവാണ്. അപ്പം വലിയ വിജയം ആകട്ടെ ഞങ്ങൾ ആശ്വസിക്കുകയാണ്. പ്രേക്ഷകരോട് എന്നാണ് പറയാനുള്ളത്? താങ്ക് യു. പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇദ്ദേഹം സംസാരിച്ചതാണ്. അയ്യൂബൊന്നും സംസാരിക്കില്ല എന്ന് പറയുന്നത് വിളിച്ചിരുത്തി സംസാരിക്കാൻ കൊണ്ടുവന്നതാണ്. അല്ല എന്തെങ്കിലും പറയണം. നമ്മുടെ എഡിറ്ററാണ്, അയ്യൂബാണ് നമ്മുടെ എഡിറ്റർ. അപ്പൊ ഞാൻ വന്നോണ്ട് ചോദിച്ചു എത്രത്തോളം വെട്ടിക്കളഞ്ഞു ചോദിച്ചു.
അപ്പോ അയ്യൂബ് പറഞ്ഞു ഇല്ല, കാര്യമായിട്ടൊന്നും വെട്ടേണ്ടി വന്നിട്ടില്ല. കാരണം ഒന്നെന്താ വെച്ചാൽ നമ്മൾ വളരെ റെസ്ട്രിക്ഷൻ്റെ അകത്ത് നിന്ന് വർക്ക് ചെയ്തൊരു സിനിമ, ഉള്ള കാര്യം പറയാനും അത് ഹൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. വി വർക്ക് ഇൻ എക്സ്ട്രീം റെസ്ട്രിക്ഷൻസ്. ഒന്ന് നമ്മൾ കോവിഡ് കഴിഞ്ഞ ഉടനെ അല്ലേ, കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 2 ലാംഗ്വേജ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം റെസ്ട്രിക്ഷൻ, നമ്മൾ ശരിക്കും 2 സിനിമ എടുക്കുന്ന സമയത്താണ് ശരിക്കും ഈ അത്ര സമയത്തിന് നമ്മൾ ഒരു സിനിമയുടെ പണിയാണ്, 2 സിനിമയുടെ പണി ഒരു സിനിമയുടെ സമയത്തിനകത്ത് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് സത്യം പറഞ്ഞാൽ അത് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതായത് അപ്പോൾ എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് റെലവൻറ്റ് ഷോട്ട്സ് തന്നെ പ്രദീപ് എടുത്തിട്ടുള്ളൂ. കാരണം അത്ര ഷാർപ്പായിട്ട് നിന്നാലേ നമ്മൾ ഈ പറഞ്ഞ സമയത്തിനകത്ത് ഈ സിനിമ തീർക്കാൻ പറ്റുമായിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ് വേ കിട്ടിയ നമ്മൾ ചെയ്ത വർക്ക് വളരെ വൃത്തിക്ക് ട്രെയിലറും അയ്യൂബ് തന്നെ കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ്റെ അടുത്ത് പറഞ്ഞത് ട്രെയിലർ എന്താണ്, പലപ്പോഴും എന്താ സംഭവിക്കുക, ട്രെയിലർ ഭയങ്കര രസമായിരിക്കും കാണാൻ, അതിഗംഭീര ട്രെയിലർ. നമ്മൾ കണ്ടന്റ് വരുമ്പോൾ സിനിമയായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ പകുതി പോലും കാണില്ല. പക്ഷെ വിത്ത് വാട്ട് അയ്യൂബ് ഇസ് വാച്ചിങ് ഫോർ ഇസ് ദാറ്റ് ദ സിനിമ വിൽ ബി അലോങ് വിത്ത് ദ ട്രെയിലർ എന്താണോ, നിങ്ങൾക്ക് എന്ത് എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ആണോ പ്രോമിസ് ചെയ്തിരിക്കുന്നത്, അത് ഫ്രം ദ 15th or 20th minute നമ്മളെന്തെങ്കിലും ഒരു ലാൻഡിങ് വേണമല്ലോ ഒരു സിനിമയ്ക്ക്. ആ ലാൻഡിങ് കഴിഞ്ഞാൽ ഉടനെ ദെൻ ഫ്രം ദർ ദ ടേക്ക് ഓഫ് ഇസ് വെരി സ്മൂത്ത് ആൻഡ് പറഞ്ഞ പോലെ ഈ ട്രെയിലർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ആവാനുള്ള എല്ലാ സാധനവും സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ മലയാളി ഓഡിയൻസിനും അതേപോലെ തന്നെ കന്നഡ ഓഡിയൻസിനും ഒരേപോലെ തന്നെ വർക്കാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. സിനിമയിൽ ഇരുന്നാൽ നമുക്ക് എണീറ്റ് പോകാൻ തോന്നാതിരിക്കാനുള്ള സാധനം സിനിമയ്ക്കകത്തുണ്ട്. പ്രദീപ് സാറ് പറഞ്ഞ പോലെ തന്നെ ചെലവാക്കുന്ന പൈസയ്ക്ക് ഉള്ള മുതൽ സിനിമയ്ക്കകത്തുണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദാറ്റ് ഈസ് വാട്ട് അവർ ടീം ഹാസ് ടു സേ. പ്രദീപ് സർ, ജോൺ അത് രണ്ടുപേരും കൈ അടിച്ചത്, രണ്ടുപേരും ഉറക്കം. നോർമലി ഒരു എഡിറ്ററിനെ സംബന്ധിച്ച് ഒരു ക്യാമറമാൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ ഡിസൈഡ് ചെയ്യുന്നത് എഡിറ്ററാണ്. അപ്പൊ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കളയണം. അപ്പോൾ വലിയ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു സീൻ പോലും ചിലപ്പോൾ സെക്കൻഡ് കട്ട് ചെയ്യുക, ഒരു കഥയുടെ ഗ്രാഫ് തന്നെ മാറുന്ന ഒരു എഡിറ്ററുടെ ടേബിളാണ്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സാധനം ചിലപ്പോൾ ഒരു സെൻസർ ബോർഡ് വരുമ്പോഴേക്കും ആയിട്ട് വർക്കല്ല എന്ന് പറയുക, ഡയറക്റ്റ് ഉപേക്ഷിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആസാൻ എഡിറ്റർ ഈ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എഡിറ്റർ ലെവലിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇതില് ഏറ്റവും കൂടുതൽ ചലഞ്ച് എന്ന് പറഞ്ഞാല് കോസ്റ്റ്യൂം കണ്ടുപിടിക്കലായിരുന്നു. 2 കോസ്റ്റ്യൂം ഉണ്ട്. ശരിക്കും ഈ കർണാടക പോലീസിന് ഒരു ചെയിനുണ്ട്, കേരള പോലീസിനില്ല. പിന്നെ അങ്ങനെ ബട്ടൺ, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇവര് ഷൂട്ട് ചെയ്തിട്ട് അടുത്ത കോസ്റ്റ്യൂം മാറി വരുമ്പോഴത്തേനും നമ്മൾ ഫൈനലിൽ വരെ പോയിട്ട് കോസ്റ്റ്യൂം മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് ഷോട്ടുകൾ ചേഞ്ച് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ ഈ പടത്തിലെ ചലഞ്ചായിട്ട് വന്നിട്ടുള്ളത്. ആസ് ആൻ എഡിറ്റർ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എടുക്കുന്ന എഫേർട്ടിന് അല്ലെങ്കിൽ പൊട്ടടിക്ക് വേറൊരാൾ ജഡ്ജ് ചെയ്തിട്ട് ഞാൻ ചെയ്ത എഫേർട്ട് കട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യപ്പെടുന്നു അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആസ് ആൻ എഡിറ്റർ ഇപ്പോൾ വേറൊരാൾ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഈ സീൻ നമ്മൾ ചേട്ടൻ കഷ്ടപ്പെട്ട് ചെയ്തൊരു സീനായിരിക്കാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തൊരു സീനായിരിക്കാം, പെട്ടെന്ന് ഇത് ആക്കാല കളഞ്ഞേക്കാം എന്ന് ഒന്നും കൊണ്ടുവന്നൊരു ഫീലിംഗ് ഉണ്ടോ ആസാൻ അത് മേക്കപ്പ്? നമ്മൾ വർക്കായില്ലെങ്കിൽ എന്തായാലും കളയും. അത് ഡയറക്ടറുടെ പെർമിഷനോട് കൂടി മാത്രമേ കലാകാറുള്ളൂ. ഡയറക്ടർ അടുത്ത് പറയും, സംസാരിച്ച് നോക്കും. പുള്ളി കൺവിൻസ് ആണെങ്കിൽ നമ്മൾ ചേട്ടൻ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സെൻസറിങ്ങിന് കൊടുക്കുമ്പോൾ അതിലൂടെയാണ് ഈ സീൻ വർക്ക് അല്ല, ഇതിലൂടെ ബ്ലഡ് ഉള്ള ഒരു സീനാണ് അല്ലെങ്കിൽ വയലൻസ് ഉള്ള സീനാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തൊരു സീനായിരിക്കും. അത് ഒറ്റടി പറയാതെ വേണ്ട കളഞ്ഞേക്കാം എന്ന് പറയാൻ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ആ ഫീലിംഗ്? ആക്ച്വലി അത് സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല. നമുക്ക് വിഷമം ഉണ്ടാവും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു സീന് കട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്തായാലും വിഷമം ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ് സെൻസർ ബോർഡാണല്ലോ തീരുമാനിക്കണം നമ്മൾ കട്ട് ചെയ്യാൻ. ചേട്ടാ ഇതില് ഭയങ്കരമായിട്ട് വെടിവെപ്പൊക്കെ ഉണ്ടോ? എന്താ ഉറക്കം മൈക്കിൽ വേണം. ഇതിനകത്ത് തൂക്കി പിടിക്കുന്നില്ലാതെ വെടിവെപ്പൊക്കെ ഉണ്ടോ ചോദിച്ചോ? വെടിവെപ്പ് എനിക്ക് കുറവാണ്, ബാക്കിയുള്ളവര് ഓടി നടന്ന് വെടിവെച്ചിട്ടുണ്ട്.
ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു, കർണാടകയിൽ തന്നെയായിരുന്നു. ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ഷിമോഗ ഉണ്ടായിരുന്നു, കാസർഗോഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതലും ഷിമോഗയും ബാംഗ്ലൂർ തന്നെയായിരുന്നു. അപ്പോൾ കേരളത്തിലുണ്ടായിരുന്നില്ല അങ്ങനെ. ഞങ്ങൾക്ക് കേരളത്തിലുണ്ടായിരുന്നില്ല ഷൂട്ട്. വെടിവെപ്പൊക്കെ ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിരുന്നത്. Okay, thank you. Thank you. I would like to share some more things about our movie. Two things. One is having such a senior artist and well-known people from both the industries. Just excuse me. And it was so blessed for us, for the Madiguda Entertainments, to have such a big artist from both the industries and working together without having any problem. They have supported throughout the journey. And I wanted to share one more thing. Mr. John and Mr. Dane Davids, they both had been for the promotions in Karnataka. And I was really wondered, they got a huge fan base even there in Karnataka, because John experienced that when we were there in Karnataka for the promotions recently. And I'm very thankful to John for being a part of the promotional events, because he was not so well. The CCL tournament was over, and he had his finger injured, but still he had fever also, but still he made it to the promotions, and everywhere there was a very good response for that. Really thanks on that, John. And even today he was busy, but he made it, for us. That's really great. And even Dane, with his busy schedule, he could be there for the promotional events in Karnataka. And at one of the event when we had been with John, that I think John can explain that, but still, I thank Kerala film industry and the Kerala press and the Kerala people for welcoming us, for welcoming Madiguda Entertainments, for welcoming the other state people here and giving us an opportunity to produce a film here and reach out to the people, entertaining them in a good way. I'm really thankful to each and every one of them. Thank you. John, you can say that the experience which you had at Hassan when we did the promotion, that the crowd, it was so energetic. ഞങ്ങൾ ആക്ച്വലി കേൾക്കാമോ? എല്ലാവരും ബോറടിച്ചിരിക്കണോ? ഞങ്ങൾ കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടൊരു 3-4 ലൊക്കേഷനിൽ പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിൽ പോകാൻ ഒരു മാക്സിമം ഒരു 40-50 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഇവിടെ 200-250 കിലോമീറ്റർ ഇങ്ങനെ താണ്ടുന്നതല്ലേ പോകുന്നത്. അപ്പം 3 ദിവസം കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഭയങ്കര വീക്കായി. എല്ലാ ദിവസവും രാവിലെ 250, വൈകിട്ട് 250. അപ്പൊ ഇങ്ങനെ പോയി അവിടെ പോയി റൂം എടുത്ത് കിടക്കുന്നു. പിറ്റേ ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഒരു പാറ്റേണേ അല്ല, വേറൊരു പരിപാടിയാണ്. കോളേജിൽ പോകുന്നു. പക്ഷെ ലാസ്റ്റ് ഞാൻ ഹസനിലൊരു കോളേജിൽ പോയി, ഒരു രാജീവ് നഴ്സിംഗ്. അവിടെ ചെന്ന് ഫുള്ള് മലയാളീസ്. അപ്പോഴെനിക്ക് അതുവരെ ഞാൻ നമസ്കാര, എല്ലാവർക്കും നമസ്കാര, ചെന്നൈക്ക് തരാ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് മലയാളീസ്. അവർ ഭയങ്കര ഹാപ്പി, അവർ ഭയങ്കര ബഹളം. നമ്മൾ അതുവരെ വേറെ കോളേജിലേക്ക് പോകുന്നതിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് വാല്യൂ കിട്ടി. അപ്പൊ ഇത് കണ്ട് ഉമേഷ് ഭായിയും നമ്മുടെ ഡയറക്ടർ പ്രദീപ് ഭായിയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടി. നിങ്ങൾക്ക് ഇത്ര ഫാൻസോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡിഡിയുടെ ഒരു ഷോട്ട് നമ്മൾ കണ്ടപ്പോൾ പിള്ളേർ ഭയങ്കര കടി. 10-400 പിള്ളേരുണ്ട്, 400 പേരും മലയാളീസ്. ഇത് കണ്ടപ്പോ 2 പേരും ഞെട്ടിപ്പോയി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ മുതലാണ് ഒന്നുകൂടെ ഒരു എനർജി കിട്ടിയത്. അതിനെ പറ്റി പറഞ്ഞത് ബ്രോ കൊള്ളാം കേട്ടോ. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാരണം സാധാരണ നമ്മുടെ ആൾക്കാർ വളരെ ചോദിക്കാൻ ഭയങ്കര മടിക്കും. നിങ്ങളെ പോലുള്ള ആൾക്കാർ ഭയങ്കര കുറവാണ്. നല്ല ചോദ്യങ്ങളായിരുന്നു. താങ്ക് യു. And also one more thing, we are really happy to have Mr. Ayub, editor for our movie, because Drishyam is known now worldwide. It has been a very good success movie. So having him on the board as editor was a great thing for us. Thanks Ayub being a part of our journey. Thank you. അല്ല, അയ്യൂബ് ഒരാളുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ പടം ചെയ്തത് തന്നെ. കാരണം അയ്യൂബ് വിളിച്ചു, ഞാൻ ആക്ച്വലി കഥ പോലും ചോദിച്ചില്ല. നീ ചെയ്യുന്ന പടമല്ലടാ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അറിയാം അയ്യൂബിന് അത്ര വിശ്വാസമാണ്. എന്തായാലും വേറെ ഒന്നുമില്ല. താങ്ക് യു അല്ലേ സർ. ನೀವು ಮಾತಾಡ್ತೀರಾ? ഓക്കെ ഇടയ്ക്ക് കണ്ട പറഞ്ഞെങ്കിൽ നമുക്കൊരു സന്തോഷം വരാം. അപ്പം എന്തായാലും വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ ജോൺ പറഞ്ഞ പോലെ നല്ല ചോദ്യങ്ങൾ.
സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നൊരു നമ്മളെപ്പോഴും അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്ന് വന്ന നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളിവിടെ വെൽക്കം ചെയ്തു. അത് നമ്മുടെ തിയേറ്ററുകളിലും അതിൻ്റെ ഒരു റെസ്പോൺസ് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ മൂവി ഉറപ്പായും നല്ലൊരു സിനിമയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അവരും തുടർന്നും ഇനിയും കുറേ മലയാള പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് അതിലൊക്കെ അഭിനയിക്കാനുള്ള അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് വിൽ ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ. നല്ല പ്രൊഡക്ഷൻ ടീമാണ്. ഗുഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സൗകര്യങ്ങളും നല്ല കംഫർട്ടും തന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും വളരെ സന്തോഷകരമായിട്ട് അവിടുന്ന് ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വിട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അവർ ആ ഇൻഡസ്ട്രിക്ക് പൊതുവെ മലയാളികളോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവുമാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ 3-4 പേരെ എൻ്റെ അന്ന് സിദ്ധാർത്ഥ ഇവിടെ എത്തിയില്ല. സിദ്ധാർത്ഥം കൂടി ഉണ്ടാവേണ്ടായിരുന്നു. നല്ല എൻജോയബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസും സ്ഥലവും ഒക്കെ ആയിരുന്നു. ലെറ്റ് us hope that they stay in the Malayalam industry. Welcome sir to the Malayalam industry. Thank you so much. Okay, thank you.